രചന ഗംഗോത്രി. ഭാഗം 82. ശിവറാം ആകെ വല്ലാണ്ടായി. താൻ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നത്. ഗംഗമോൾ ഇനി തന്നെ തേടി വരുമോ? വേണ്ടായിരുന്നു. അവളെ ആരെങ്കിലും അവിടെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ. തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. സുമിത്ര നെടുമ്പാശ്ശേരിയിൽ നിന്ന് പാലായിലേക്ക് വരികയാണ്. ശാലിനി വരാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. ടാക്സി പിടിച്ച് വന്നോളാം എന്ന് പറഞ്ഞു. അവൾ അവിടെ എത്തുന്നത് വരെ ഗംഗയോട് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുമിത്ര ഇടയ്ക്കിടെ സമയം നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് തവണ ഡ്രൈവറോട് വേഗത്തിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര പറഞ്ഞിട്ടും അയാൾ ആ നിശ്ചിത വേഗത്തിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. ശിവയെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ആകെ വിഷമിച്ചിരുന്ന അവൾ ടി വിയിലെ വാർത്ത കണ്ടാണ് സംഭവം അറിഞ്ഞത്. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. ആരെയൊക്കെയോ വിളിച്ച് ടിക്കറ്റ് പെട്ടെന്ന് ശരിയാക്കി. ഇനി എത്ര നേരം കൂടിയുണ്ട്? എത്താറായോ? സുമിത്ര വീണ്ടും ചോദിച്ചു. എത്തി മാഡം, ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ. ശാലിനി വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ഗംഗ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പപ്പയുടെ അരികിലെത്തണം. അതിനുവേണ്ടി തയ്യാറായതാണ്. അപ്പോഴാണ് സുമിത്ര ആൻറ്റി വിളിച്ച് പോകരുത് എന്ന് പറഞ്ഞത്. അതും കാർത്തിയാണ് കൂടുതൽ നിർബന്ധിച്ചത്. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നു. അത് ഇൻ്റർനെറ്റ് കോളായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ റാവുത്തറാണെന്ന് അവൾക്ക് മനസ്സിലായി. സ്പീക്കറിലിടാൻ കാർത്തി ആംഗ്യം കാണിച്ചു. നീ എന്താ വീട്ടിൽ നിന്നിറങ്ങാത്തത്? ഇതായിരുന്നോ നിന്റെ അപ്പനോടുള്ള അളവറ്റ സ്നേഹം? 1/2 മണിക്കൂറിൽ അവിടെ നിന്നിറങ്ങണം. അല്ലെങ്കിൽ നിനക്ക് 1 മണിക്കൂറിൽ എൻ്റെ ഒരു സമ്മാനം കിട്ടും, റാവുത്തർ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ ദൂരപരിധിക്കുള്ളിലാണ് അങ്കിളുള്ളത്, കാർത്തി ചിന്തിച്ചു. ഞാൻ വരാം. പക്ഷേ ഞാൻ വന്നാൽ ആ നിമിഷം എൻ്റെ പപ്പയെ വിടണം. ഞാൻ വരുന്നത് വരെ പപ്പ സുരക്ഷിതനായിരിക്കണം. ഞാൻ എങ്ങനെ വരും? എവിടെയാണ് ഞാൻ വരേണ്ടത്? ഗംഗ ചോദിച്ചു. അതിനെപ്പറ്റി നീ വേവലാതി പിടിക്കണ്ട. ഞാൻ എൻ്റെ ആളുകളെ അങ്ങോട്ട് വിടും. അയാൾ പെട്ടെന്ന് ഫോൺ വെച്ചു. അവൾ എന്തോ ഓർത്ത് കാർത്തിയെ നോക്കി. അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന സുമിത്രയെ കണ്ടത്. ആഹാ, ആൻറ്റി വന്നോ? അവൾ അത്ഭുതത്തോടെ സുമിത്രയെ നോക്കി. നീല ജീൻസും വെള്ള ടോപ്പുമായിരുന്നു വേഷം. ഗംഗയുടെ അതേ പൊക്കം, അതേ വണ്ണം. 40 വയസ്സാണ് പ്രായം. പക്ഷെ കൂടി വന്നാൽ ഒരു 30 വയസ്സ്, അത്രേ പറയൂ. സുമിത്ര ചിരിയോടെ രണ്ടുപേരെയും നോക്കി. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആൻറ്റി വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നല്ലോ കൊണ്ടുവരാൻ. ആൻറ്റി എന്തിനാ എന്നോട് പോകണ്ട എന്ന് പറഞ്ഞത്? നമുക്ക് പപ്പയെ രക്ഷിക്കണ്ടേ? മോളെ, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നിട്ടും അമ്മയാകാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു സ്ത്രീയാ ഞാൻ. ശിവേട്ടൻ മോളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മനസ്സുകൊണ്ട് മോളുടെ അമ്മ ആയവളാ ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് മോൾ നഷ്ടപ്പെടുത്തരുത്. എന്നെ അമ്മയെന്ന് വിളിക്കാൻ മോൾക്ക് കഴിയുമോ? ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മ ഞാനായിരിക്കും, സുമിത്ര പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഗംഗ അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് വിളിച്ചു. സുമിത്രയും കരഞ്ഞു. കാർത്തി രണ്ടുപേരെയും സന്തോഷത്തോടെ നോക്കി നിന്നു. അവൻ്റെ മനസ്സും നിറഞ്ഞു. അമ്മ ഇത്രയും നാൾ എവിടായിരുന്നു? അവൾ മനസ്സിൽ ഓരോന്നാലോചിച്ചുകൊണ്ട് ചോദിച്ചു. എന്തൊക്കെയോ ഓർമ്മകൾ ഒരു തേങ്ങലായി പുറത്തേക്ക് വന്നു. രഞ്ജിനി അവളുടെ മുമ്പിൽ വന്ന് നിന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്. ആ മെഴുകുപ്രതിമയിലുള്ള അമ്മ അവളുടെ മുമ്പിൽ വന്ന് നിന്നു. അവളുടെ ഉള്ളിലുള്ള വേവലാതികളെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാർത്തി രണ്ടുപേരെയും തനിച്ചു വിട്ടുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി. 10 മിനിറ്റുകൾക്ക് ശേഷം ഗംഗ കാർത്തിയുടെ അരികിലേക്ക് വന്നു. സുമിത്ര ആൻറ്റി കുറച്ചുകൂടെ നേരത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായിരുന്നു, അല്ലേ? ആൻറ്റി അല്ല, നിനക്ക് ഞാൻ അമ്മ തന്നെ. ഭാര്യയുടെ അമ്മ നിനക്കും അമ്മയല്ലേ? അവൾ പറയുന്നത് കേട്ട് കാർത്തി അവളെ അന്തം വിട്ടു നോക്കി. നീ എന്താ ഗംഗെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോഴേക്കും ഗംഗ ആ മുറിയിലേക്ക് കയറി വന്നു. 2 ഗംഗമാരെ കണ്ടപ്പോൾ കാർത്തി പകച്ചുപോയി. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് കണ്ട് ആദ്യം വന്ന ഗംഗ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ നിന്റെ ഗംഗയല്ല. കാർത്തിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആരെയും പേടിക്കാനില്ല. കാർത്തിയേട്ടൻ പേടിച്ചു പോയോ? ഞാൻ പോകാൻ അമ്മ സമ്മതിക്കുന്നില്ല. സ്കിന്നിനോട് ചേർന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഫേസ് മാസ്ക് ആണത്. അതും ഒരാഴ്ച വരെ അത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഗംഗയ്ക്ക് പകരം ഞാനാണ് പോകുന്നത്.
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളെ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയാണ് അവിടെ നിന്ന് പോന്നപ്പോഴേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞത്. ഒരു നോർത്ത് ഇന്ത്യക്കാരനാണിത് ഉണ്ടാക്കുന്നത്. 7 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവന്ന് തന്നു, സുമിത്ര പറഞ്ഞു. കാർത്തി പെട്ടെന്ന് ഗംഗയുടെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് എടുത്ത് സുമിത്രയുടെ മുടിക്കുള്ളിൽ കണക്ട് ചെയ്തു. അവളുടെ ഷർട്ടിൻ്റെ കൈകളിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു മടക്കിനുള്ളിൽ കാർത്തി മറ്റൊരു സാധനവും ഒട്ടിച്ചു. അമ്മ ഏത് വണ്ടിയിലാണോ പോകുന്നത് ആ വണ്ടിയുടെ പുറത്ത് എവിടെയെങ്കിലും ഇതൊന്നൊട്ടിക്കണം. ഒരുപക്ഷെ മറ്റൊരു വണ്ടിയിലേക്ക് മാറിക്കയറേണ്ടി വന്നേക്കാം. അപ്പോൾ അടുത്തത് അതിലും ഒട്ടിക്കണം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കത്രീന അങ്ങോട്ട് കയറി വന്നത്. 2 ഗംഗമാരെ കണ്ടപ്പോൾ അവരും ഒന്ന് ഞെട്ടി. ശരിക്കുള്ള ഗംഗയാണ് അച്ചമ്മയോട് കാര്യങ്ങൾ പറഞ്ഞത്. അവർ സന്തോഷത്തോടെ സുമിത്രയെ നോക്കി. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കളിപ്പാട്ടം സുമിത്രയുടെ നേരെ നീട്ടി. അത് കണ്ടാൽ ഒരു ബോൾ പോലെ തോന്നിക്കുമായിരുന്നു. ചെറുതായതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാൻ സാധിക്കും. ആരെങ്കിലും കണ്ടാൽ അതൊരു കുഞ്ഞു ബോളാണെന്നേ പറയൂ. അവരെല്ലാവരും അച്ചമ്മയുടെ നേരെ ഇതെന്താണ് എന്ന അർത്ഥത്തിൽ നോക്കി. അച്ചമ്മ അത് വാങ്ങി കൈകൾക്കുള്ളിൽ പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് നേരെ ഉന്നം പിടിച്ച് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു ബട്ടണിൽ ഞെക്കി. പെട്ടെന്ന് തന്നെ അതിന് മുകളിലുണ്ടായിരുന്ന അടപ്പ് പിന്നിലേക്ക് നീങ്ങി. സൂചി പോലൊരു സാധനം പുറത്തേക്ക് തെറിച്ചു. അത് അച്ചമ്മ നീട്ടിയ സാധനത്തിന് മേൽ തറച്ചു. പിന്നീടത് പല സ്ഥലത്തും കുത്തിക്കയറി. അതൊരു കുഞ്ഞു സൂചിയായിരുന്നു. എങ്കിലും കുത്തിക്കയറുന്ന ആളുകൾക്ക് നല്ല വേദന ഉണ്ടാവും. ആ കയറുന്ന തുളകൾ അല്പം വലുതായി കാണപ്പെട്ടു. ഇത് ശത്രുക്കളുടെ മേലെ പ്രയോഗിക്കാനുള്ളതാണ്. ഇതിൽ 10 എണ്ണമുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് ഇത് കണ്ടുപിടിക്കും മുമ്പ് അവരുടെ ശരീരത്തെല്ലാം ഇത് കുത്തും. അവിടെ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങും. അല്പസമയത്തിനുള്ളിൽ അവർ കുഴഞ്ഞു വീഴും. ഇത് അച്ചാച്ചൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാ. ഈ ഒരു സൂചി തന്നെ ശരീരത്തിൽ പല സ്ഥലത്ത് കുത്തിക്കയറും. പക്ഷേ ആർക്കും മനസ്സിലാവില്ല. പെട്ടെന്നായിരിക്കും ഇതെല്ലാം സംഭവിക്കുക. ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ അച്ചാച്ചൻ നടത്തിയിട്ടുണ്ട്, അച്ചമ്മ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ശിവറാം അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ടാണ് അവർ ഇത്ര ധൈര്യപൂർവ്വം വന്നത്. സുമിത്ര മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങി ജീൻസിൻ്റെ പോക്കറ്റിൽ തിരുകി. തുടരും.